ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മഞ്ഞുമൽ ബോയ്സ് പ്രേമലോ എന്നിങ്ങനെ രണ്ട് സിനിമകളാണല്ലോ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലടക്കം വൻ തരംഗമായിട്ട് ഓടിയത്. ഒരു മലയാളം സിനിമയെ സംബന്ധിച്ച് കേരള ബോക്സ് ഓഫീസിന് പുറത്ത് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്ത് നിന്നും എത്ര കളക്ഷൻ നേടിയെടുക്കുന്നു ആ സിനിമകളുടെ എല്ലാം തന്നെ കളക്ഷൻ ഒറ്റവാക്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ മഞ്ഞുമൽ ബോയ്സ് പ്രേമലോ എന്നീ സിനിമകളുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷന് പുറമെ നമ്മുടെ മലയാളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് 10 റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നേടിയെടുത്ത സിനിമകളെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മറ്റ് പല ലിസ്റ്റുകളിൽ ഇതുപോലെ മുൻതൂക്കം നമ്മുടെ ലാലേട്ടിന് തന്നെയാണ്. ലാലേട്ടിന് 3 സിനിമകളാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളായിട്ടുള്ളത്. ദുൽഖറിനും മമ്മൂട്ടിക്കും 2 വീതം സിനിമകളുണ്ട്. വൈകാതെ ആ ലിസ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് നിലവിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമ. ഇന്നത്തോടെ 75 കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്കാണ് സിനിമ എത്തുന്നത്. അതിൽ 3/4 ഭാഗം കളക്ഷനും തമിഴ്നാട്ടിൽ നിന്നാണ് എന്ന് പ്രേക്ഷകർക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. 2ാം സ്ഥാനത്ത് നിലവിൽ പ്രേമലോ എന്ന സിനിമയാണ്. നെസ്ലൻ മമിത കോമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 25 കോടി 90 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്കാണ് നിലവിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം കളക്ഷനും തെലുഗു സംസ്ഥാനങ്ങളിൽ നിന്നാണ്. 3ാം സ്ഥാനത്ത് 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ നമ്മുടെ ലാലേട്ടിന്റെ പുലിമുരുകൻ എന്ന സിനിമയാണ്. 20 കോടി 80 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. 4ാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ 2018 ആണ്. 17 കോടി 60 ലക്ഷമായിരുന്നു സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസ് കളക്ഷൻ. 5ാം സ്ഥാനത്ത് ദുൽഖറിന്റെ പാനന്തൻ സിനിമ കുറുപ്പായിരുന്നു. മോളിവുഡിലെ പാനന്തൻ താരം കൂടിയായ ദുൽഖറിന്റെ കുറുപ്പിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 16 കോടി 10 ലക്ഷം രൂപയാണ്. 6ാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലാലേട്ടൻ നായകനായി എത്തിയ ലൂസിഫർ എന്ന സിനിമയാണത്. 12 കോടി 20 ലക്ഷമാണ് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. 7ാം സ്ഥാനത്ത് വീണ്ടും ഒരു ലാലേട്ടൻ സിനിമയാണ്. ലാലേട്ടന്റെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ ഒടിയൻ എന്ന സിനിമയാണത്. 2018 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒടിയൻ എന്ന സിനിമയാണത്. 7 കോടി 90 ലക്ഷമായിരുന്നു സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. 8ാം സ്ഥാനത്ത് വീണ്ടും ഒരു ദുൽഖർ സിനിമയാണ്. ലാലേട്ടൻ ഒടിയൻ പോലെ തന്നെ ദുൽഖറിന് നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയാണത്. ചിത്രത്തിന്റെ ഫൈനൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 7 കോടി 20 ലക്ഷം രൂപയായിരുന്നു. 9ഉം 10ഉം സ്ഥാനങ്ങളിലെ മമ്മൂട്ടി സിനിമകളാണ്. 2 സിനിമകളും വമ്പൻ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ്. അതിൽ 9ാം സ്ഥാനത്ത് ബ്രഹ്മയുഗം എന്ന സിനിമയാണ്. പാനന്തൻ റീച്ച് അഭിപ്രായങ്ങളിലൂടെ നേടിയെടുത്ത സിനിമ 7 കോടി 10 ലക്ഷമാണ് ഫൈനൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് നേടിയെടുത്തത്. 10ാം സ്ഥാനത്ത് ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങിയ മമ്മൂട്ടി കമ്പനിയുടെ കണ്ണൂർ സ്കോഡ് എന്ന സിനിമയാണ്. 5 കോടി 80 ലക്ഷം രൂപയായിരുന്നു ഈ മെഗാസ്റ്റാർ സിനിമയുടെ ഫൈനൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. അപ്പോൾ ഇതാണ് ടോപ്പ് 10 റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളുടെ പട്ടിക. ഏതെല്ലാം സിനിമകൾക്ക് എത്രയെല്ലാം തന്നെ കളക്ഷൻ കേരളത്തിന് പുറത്ത് ലഭ്യമായെന്ന് പ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണുമല്ലോ. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.